ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജസിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി जननी नारायणी नागकङ्गण नटराज मनोहरी नागकङ्गण नटराज मनोहरी ज्ञान विश्वेश्वरी राजराजेश्वरी श्रीचक्रराजसिंहासनेश्वरी श्रीललिता എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ അറിവിൻ്റെയും ആദ്യാക്ഷരം കുറിക്കുന്ന വിജയദശമി വരികയായി. വിദ്യകളുടെയും കലകളുടെയും ഉറവിടമാണ് സരസ്വതി ദേവി എന്ന് വിശ്വസിച്ചു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പനിച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിന് മുൻവശത്താണ്. കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി റൂട്ടിൽ MC റോഡ് വഴി ചിങ്ങവനത്തെത്തി ചിങ്ങവനത്തു നിന്നും ഇടതോട്ട് തിരിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ വന്നാൽ പനിച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിൽ എത്താം. മറ്റൊരു വഴി കൂടിയുണ്ട് കോട്ടയത്തു നിന്നും വരുന്നവർക്ക്. കോട്ടയം മണർകാട് നിന്നും പുതുപ്പള്ളി വഴി അമ്പാട്ടുകടവ് കൂടി പനിച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിൽ എത്താം. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ക്ഷേത്രത്തിന് സമീപം വിശാലമായ സ്ഥലം ഉണ്ട്. വാഹനം എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ്. വാഹനം പാർക്ക് ചെയ്ത് പടിഞ്ഞാറേ ഗോപുരം വഴി താഴേക്ക് നടകൾ ഇറങ്ങി വേണം ക്ഷേത്ര സന്നിധിയിൽ എത്താൻ. ഇപ്പോൾ നടയിറങ്ങി എത്തിയിരിക്കുന്നത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ്. ക്ഷേത്ര ദർശനം നടത്തേണ്ട വിധം എങ്ങനെയാണ് എന്ന് കമ്മിറ്റിക്കാരനും മാനേജരും ഊരാഴ്മക്കാരനുമായ ശ്രീ നാരായണൻ നമ്പൂതിരി വിശദീകരിക്കുന്നു. ഇവിടുത്തെ ദർശനക്രമം ഈ പറയുന്ന പോലെയാണ്. ആദ്യം മഹാവിഷ്ണുവിനെ തൊഴുത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം സരസ്വതിയെ തൊഴുക. അവിടെ പ്രദക്ഷിണത്തിന് ശേഷം ഉപദേവന്മാർ, ശാസ്താവ്, ശിവൻ, ഗണപതി, അത് കഴിഞ്ഞ് യക്ഷ്യമ്മ, പിന്നെ നാഗരാജാവ്. ഈ ക്രമത്തിലായിരിക്കണം ദർശനം നടത്തേണ്ടത്. ഇതാണ് ശ്രീ വിഷ്ണു ക്ഷേത്രം. ഇതിനകത്ത് വീഡിയോ എടുക്കുന്നതിന് അനുവാദമില്ല. ഒന്നാമതായി ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുകൂടി നേരെ ഇറങ്ങി മുമ്പോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് പനിച്ചിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രം. പനിച്ചിക്കാട് ഒരു ഐതിഹ്യം. ഇവിടെ പഴയ കാലത്ത് പണ്ടുണ്ടായിരുന്ന ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിൽ കുറേ ഊരാൺമക്കാരുണ്ടായിരുന്നു. ആ ഊരാൺമക്കാരിൽ
ഒരു കുടുംബം, കിഴുപ്പറത്തില്ലം എന്ന് പറയുന്നൊരു കുടുംബം, അവിടുത്തെ ഒരു വയോധികനായിട്ടുള്ള ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം ഗംഗാസ്നാനത്തിനായി പുറപ്പെട്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പോകുന്ന വഴി കുടജാദ്രിയിൽ കുറച്ച് ദിവസം ഭജനം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂകാംബികയിൽ പോയി ഭജനമിരുന്ന് ഒരു വർഷം ഭജനമായിട്ടിരുന്നപ്പോഴാണ് ദേവി സ്വപ്നം കാണിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗംഗാസ്നാനത്തിനൊന്നും പോകണ്ട, അങ്ങേക്കിനി കുട്ടികളൊന്നും ഉണ്ടാവില്ല, പ്രായം ഇത്രയായി, അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാം. നാട്ടിൽ പോയി തൊട്ടടുത്തുള്ള ഒരു നമ്പൂതിരി കുടുംബം ഒരു ഇല്ലമുണ്ട്, കരുനാട്ടില്ല. അവിടുത്തെ ഒരു അന്തർജനം ഗർഭിണിയാണ്. അവർക്ക് 2 കുട്ടികളുണ്ടാകും. അതിലൊരു കുട്ടിയെ ഔരസപുത്രനായിട്ട് എടുത്ത് കുടുംബം നിലനിർത്തിക്കോളും എന്ന് സ്വപ്നം കാണിച്ചു. അദ്ദേഹം അത് സന്തോഷത്തോടുകൂടി രാവിലെ എണീറ്റ് സ്വപ്നമാണെന്ന് മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ പോരാം എന്ന് വിചാരിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്കെത്തി കരുനാട്ടിലെത്തുമെന്ന് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടുത്തെ കാരണവർ പറഞ്ഞു, കുഴപ്പമില്ല, 2 കുട്ടികളുണ്ടാകുകയാണെങ്കിൽ ഒരു കുട്ടിയെ തരാം. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ അന്നൊക്കെ ഓലക്കുടയാണ് കൊണ്ടു നടക്കുക. ആ ഓലക്കുട വെച്ച് ഒന്ന് കുളിക്കാം, കുളക്കടവിൽ ഓലക്കുട വെച്ച് കുളിക്കാൻ ഇറങ്ങി കുളി കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ ഓലക്കുട ഉറച്ചതുപോലെ തോന്നി, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചപ്പോൾ ഒരു ദിവ്യൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ കുടയിൽ മൂകാംബിക ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്, സരസ്വതി ഭാവം എഴുന്നള്ളിയിരിക്കുകയാണ്. അതിനെ ആവാഹിച്ച് അവിടെ കുടിയിരുത്തിക്കൊള്ളൂ. ഇനി അങ്ങയുടെ ഉപാസനയ്ക്കായിട്ട് ഞാനിവിടെ ഉണ്ടാവും. അങ്ങനെ മൂകാംബികയിലേക്ക് ഉപാസനയ്ക്കായിട്ട് വരണമെന്നും ഇല്ല എന്ന് പറഞ്ഞതനുസരിച്ച് ആ ചൈതന്യത്തെ ഇവിടെ അന്ന് പണ്ട് ആരാധിച്ചിരുന്ന ഒരു ദുർഗാവിഗ്രഹം ഇവിടെ ഈ മലമുകളിൽ തന്നെ ഒരു ഓലിയുണ്ട്, തുരുന്നത്തൻ ഓലി, ഒരു ചെറിയ ജലാശയം, അതിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അതിൽ ആവാഹിച്ച് അവിടെ വെച്ചു. അത് വേറൊന്നുകൂടി പറഞ്ഞു, ഇതിൽ ആരും പൂജ ചെയ്യാനായിട്ട് നോക്കണ്ട, കാരണം അന്ന് ശീശ്വരന്മാർ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹമാണ്. അതൊന്നും ഈ പൂജ ചെയ്യാനുള്ള തപശക്തി ഇന്നുള്ള ആൾക്കാർക്കില്ല. അതുകൊണ്ട് അഭിമുഖമായിട്ട് മറ്റൊരു ശില സ്ഥാപിച്ച് അവിടെ ബാക്കി അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളൂ. അങ്ങനെയാണ് ഇവിടെ സരസ്വതി വിഗ്രഹം 2ആയിട്ട് വന്നതും സരസ്വതിയുടെ പ്രതിബിംബമായിട്ട് വെച്ചത്. കാടിനുള്ളിലാണ് ഈ മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ മൂലവിഗ്രഹം ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ ഇതിനു മുമ്പ് ഞങ്ങളുടെയൊക്കെ മുതിർന്ന ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അത് കാട് മുറിക്കണ്ട എന്നൊരു പ്രശ്നവിധി പ്രകാരം വന്നതുകൊണ്ട് കാട് ഇപ്പോൾ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്, ആർക്കും അത് ദൃശ്യമല്ല. അതുകൊണ്ട് അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം നടക്കുന്നത് ഈ പ്രതിവിഗ്രഹത്തിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു പോരുന്നു. അതാണ് ഈ ഭഗവതി ഇവിടെ വന്നതിൻ്റെ ഐതിഹ്യം. വിഷ്ണു ക്ഷേത്രം പണ്ട് ഉണ്ടായിരുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിനുള്ള തുല്യ പ്രാധാന്യം തന്നെ സരസ്വതിക്കും കൊടുക്കണം എന്നാണ് ആ പ്രശ്നവിധിയിൽ കണ്ടത്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും അത് സരസ്വതി ക്ഷേത്രത്തിലും നടക്കും. നവകവും കലശവും എന്താണെങ്കിലും അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം അതുപോലെ നടക്കും. പക്ഷെ പിന്നെ ഭഗവതിയുടെ നവരാത്രി സംബന്ധിച്ചുള്ള വിഷയം, നവരാത്രിയാണ് മൂകാംബികയിലും എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ട്. നവരാത്രി ഒരു വർഷം 6 നവരാത്രി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ശരത്കാലത്തിലെ നവരാത്രിക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ആ ഋതുവിൽ, ശരത് ഋതുവിൽ ആശ്വിന മാസത്തിലെ പ്രതിപദം, ആശ്വിന മാസത്തിലെ ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷത്തിലെ പ്രതിപദം തൊട്ട് ദശമി വരെയുള്ള ദിവസങ്ങൾ, ദശമിയുടെ രാത്രി കൂട്ടുകയല്ല, നവരാത്രി എന്ന് പറയാൻ കാരണം ഈ 9 ദിവസം നമ്മുടെ ആയുധങ്ങളും വിദ്യയും എല്ലാം പൂജിച്ച് അതിന് ശക്തി വരുത്തി, വിദ്യാശക്തി വരുത്തി, അത് ആ ആയുധം പിന്നീട് ഉള്ള ഒരു വർഷം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആയുധമല്ല, നമുക്ക് വിദ്യ എന്നുള്ള നിലയ്ക്ക് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പോൾ അങ്ങനെ പൂജ വയ്ക്കുന്നത് ദുർഗാഷ്ടമികളെന്ന് വൈകിട്ടാണെങ്കിലും പൂജ എടുക്കുന്നത് വിജയദശമിക്കാണ്. ആ വർഷം അങ്ങനെ ഈ 3 ദിവസം പൂജ വെച്ചിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യയും ബാക്കിയുള്ള എല്ലാ കഴിവുകളും, കലയാണേലും മറ്റ് സാഹിത്യപരമായിട്ടുള്ള കഴിവുകളാണേലും എല്ലാം ഉത്തേജിക്കപ്പെടും എന്നാണ് വിശ്വാസം. മുരളി വീണാഗാന വിനോദിനി, മുരളി വീണാഗാന വിനോദിനി, സംവേദിനി ചാരുചന്ദ്ര ഹാസിനി,
സരസ്വതി ക്ഷേത്രം താഴ്ന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. തുറന്ന പ്രദേശമാണ്. ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സരസ്വതി ലത എന്ന വള്ളിച്ചെടിയാൽ മൂടപ്പെട്ട് കിടക്കുന്നു. രണ്ടാമതായി സരസ്വതി ദർശനം പൂർത്തിയാക്കിയാൽ മൂന്നാമതായി ഗണപതി, ശിവൻ, ശാസ്താവ് എന്നീ ഉപദൈവങ്ങളെ ദർശിക്കുന്നു. നാലാമതായി യക്ഷിയെ ദർശിക്കാം. യക്ഷി എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയുണ്ട്. സരസ്വതിയുടെ തോഴിയായിട്ടായിരുന്നു സങ്കല്പം. ആ യക്ഷിയമ്മയ്ക്ക് വറനിവേദ്യം, ആ വറനിവേദ്യം പ്രത്യേകതയാണ്. ഇവിടെ വറനിവേദ്യം കഴിച്ചാൽ മാത്രമേ ഇവിടുത്തെ ദർശനം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്നും കൂടെ ഒരു സങ്കല്പം ഉണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾ അങ്ങനെ വഴിപാട് കഴിക്കുന്നവർ യക്ഷിയമ്മയും കൂടെ വണങ്ങിയിട്ടേ പോകാവൂ. ഇതാണ് യക്ഷിയമ്മയുടെ ഇരിപ്പിടം. യക്ഷിയമ്മയുടെ നേരെ താഴെയാണ് സരസ്വതി കുടികൊള്ളുന്നത്. സരസ്വതി വിധിയുവതി, സരസ്വതി വിധിയുവതി, സരസ്വതി വിധിയുവതി, സരസ്വതി വിധിയുവതി. അഞ്ചാമതായി നാഗരാജാവിനെ ദർശിക്കണം. ദോഷം മാറുന്നതിനായി സർപ്പപ്പാട്ട് വഴിപാടായി നടത്താറുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ കൃഷ്ണമാർനാമതയിൽ പാടിച്ചു ദോഷങ്ങളൊഴിയണം. പനിച്ചുകടമരും വിഷ്ണു ഭഗവാന്റെ കടക്ഷത്താൽ ആയുരാരോഗ്യങ്ങളും ദീർഘായ സങ്കൽപ്പിക്കണം. ഈ സന്തതിക്കുമേ കുടുംബത്തിനുമേ ഗൃഹത്തിനുമേ ഭൂമിക്കുമേ സന്തതിക്കുമേ ദോഷങ്ങളൊഴിയണം. ആയില്യം തിരുനാളായ നാഗദൈവങ്ങളെ ആയുരാരോഗ്യങ്ങളും കൽപ്പിക്കണം. ശിവനും ഗണപതിയും ശാസ്താവും സുബ്രഹ്മണ്യനും ശ്രീഭദ്രകാളിയും പ്രസാദിക്കണമേ. നാഗദൈവങ്ങളുടെ തിരുനടയിൽ സർപ്പം പാട്ടുപാടിച്ച് ഭഗവാനും ഭഗവതിക്കും കഴിക്കാവുന്ന പ്രത്യേക വഴിപാടുകൾ ഈ പറയുന്നവയാണ്. വിഷ്ണുവിന് പുരുഷസൂക്താർച്ചന, സാധാരണ അർച്ചന, ഭാഗ്യസൂക്താർച്ചന, സരസ്വതിക്ക് സാരസ്വത സൂക്താർച്ചന, ഭാഗ്യസൂക്താർച്ചന. പിന്നെ അതുകൂടാതെ നേദ്യം കഴിക്കുന്ന വഴിപാടുകളായിട്ട് ത്രിമധുരം, അരവണപ്പായസം, പാൽപ്പായസം ഇതൊക്കെ കഴിക്കാവുന്നതാണ്. വിശ്വാസത്തോടും ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചും വരുന്ന നാനാജാതി മതസ്ഥർക്ക് അമ്പലത്തിൽ പ്രവേശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇവിടെ അവസരമുണ്ട്. വിശ്വാസത്തോടുകൂടി വരുന്ന എല്ലാ ഭക്തർക്കും ഇവിടെ ദർശനവും കൊടുക്കും, വിദ്യാരംഭം എന്നുള്ളതെല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോഴും കലാപരിപാടികൾ നടത്തുന്ന ആൾക്കാർ പല ജാതി മതമൊന്നുമില്ല, അത് ചെയ്യാറുണ്ട്. ഈ വർഷത്തെ നവരാത്രി ഈ പക്കങ്ങളിങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് 11 ദിവസം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പക്കം 2 ദിവസമായിട്ട് വരും. അതുകൊണ്ട് 10 എന്നുള്ളത് വിജയദശമി 11-ാം ദിവസമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം 10 എന്നുള്ളത് 11 ദിവസമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. പക്ഷേ പനച്ചിക്കാട്ട് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നവരാത്രി കാലം കലാകാരന്മാരും വിദ്യാവിശിഷ്ടന്മാരും എല്ലാം ക്ഷേത്രത്തിൽ വന്ന് ഭജന ഇരിക്കുകയും ആരാധന നടത്തുകയും അവർക്ക് ഉള്ള കലാരൂപം സമർപ്പണമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ സാധിച്ചില്ല, എങ്കിലും ഒരു ദിവസം കൂടി കൂടുതൽ എടുത്ത് അങ്ങനെ 12 ദിവസം കൊണ്ടാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷിക്കുന്നത്. ഒക്ടോബർ 2-ാം തീയതി തുടങ്ങിയാൽ 13-ാം തീയതി ഈ വർഷത്തെ ആഘോഷം. ഈ 13 ദിവസവും ആരാധനയ്ക്കുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ആരാധനയ്ക്കുന്ന പ്രായമായ ആരായാലും അവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഇത് നടത്തുന്നത്. കൂട്ടത്തിൽ വൈകുന്നേരത്തെ ചില പ്രോഗ്രാമുകൾ മാത്രം ആസ്വാദികരമായിട്ടുള്ളതാക്കാൻ വേണ്ടിയിട്ട് ചില
ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. 2024 ഒക്ടോബർ മാസത്തിലെ നവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ഇവയാണ്. ഈ വർഷം പ്രത്യേകിച്ച് പറയാനുള്ളത്, വിദ്യാരംഭത്തിന് വരുന്ന കുട്ടികൾ അവർ നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള സൗകര്യമുണ്ട്. അത് വെബ്സൈറ്റിൽ പനച്ചിക്കാട്.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ അതിൽ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും വിദ്യാരംഭത്തിന് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊരു രസീത് കിട്ടും. ആ രസീത് കൊണ്ട് വന്നാൽ ഇവിടെ അഡ്മിഷൻ പ്രത്യേകിച്ചൊരു ക്യൂ ഉണ്ടാകും ഓൺലൈൻ രജിസ്ട്രേഷൻ ഉള്ളവർക്ക്. അതിൽ കൂടി കയറി വിദ്യാരംഭം നടത്താനുള്ള സൗകര്യമുണ്ട്. ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വന്നാൽ രസീതെടുത്ത് വിദ്യാരംഭത്തിന് കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇനി വിദ്യാരംഭത്തിന് വരുന്ന ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അവരിൽ അത്യാവശ്യത്തിനുള്ള ആൾക്കാർ മാത്രം വിദ്യാമണ്ഡപത്തിലേക്ക് എടുക്കുക. ബാക്കിയുള്ളവർ പുറത്തൊരു പ്രത്യേക സ്ഥലത്ത് കാത്തു നിൽക്കുക. വിദ്യാരംഭം കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങി വരുന്ന കൂട്ടത്തിൽ അവരുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ചെയ്താൽ വിദ്യാരംഭം സുഗമമായിട്ട് നടത്താൻ അധികൃതർക്കും അതുപോലെ വിദ്യാരംഭം സ്ഥിരമായിട്ട് നടത്താൻ ഭക്തജനങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ് കാര്യം. ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഇതിനെ കണക്കാക്കിക്കൊണ്ട് 3 നേരവും അന്നദാനം 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള 12 ദിവസവും 3 നേരവും അന്നദാനമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും അന്നപ്രസാദം കഴിച്ചിട്ട് എല്ലാവർക്കും മടങ്ങിപ്പോകാവുന്നതാണ്. കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം 7 മണി തൊട്ട് 9 മണി വരെയാണ്. അതിൽ ശരിക്ക് പേരെടുത്തിട്ടുള്ള കലാകാരന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷവും ചെയ്യുന്നുണ്ട്. ദുർഗാഷ്ടമി, മഹാനവമി എന്നീ ദിവസങ്ങൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ വിദ്യാരംഭം കുറിക്കാറുണ്ട്. ജില്ലാ പോലീസിൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് ക്ഷേത്രവും പരിസരവും. ഭക്തജന ലക്ഷങ്ങളാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഇതൊക്കെയാണ് കോട്ടയം പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം. പാഹി പർവതനന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബവാഹി പർവത നന്ദിനി മാമയി പാർവണേന്ദു സമവദനേ അംബവാഹി പർവത നന്ദിനി.